റോമാലേഖനം ഒറ്റ വാചകത്തിൽ. റോമർക്കെഴുതിയ ലേഖനം അനേക സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ശിക്ഷാവിധിയിലകപ്പെട്ട പാപികൾ, അവരുടെ നീതീകരണം, ശുദ്ധീകരണം, രൂപാന്തരം, തേജസ്കരണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അകമേ വസിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ പുത്രന്മാർ, തിരഞ്ഞെടുപ്പ്, ക്രിസ്തുവിന്റെ ശരീരം, വിശ്വാസികളെ സ്വീകരിക്കുന്നത്, അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നത്, പ്രാദേശിക സഭ. അപ്രകാരം റോമർക്കെഴുതിയ ലേഖനം അനേക സത്യങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ റോമർക്കെഴുതിയ ലേഖനത്തിലെ ആ രത്നത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. റോമർക്കെഴുതിയ ലേഖനം നമുക്ക് ഒറ്റ വാചകത്തിൽ സംഗ്രഹിക്കാം. അത് ഇപ്രകാരമാണ്: പാപികൾ ദൈവപുത്രന്മാരായിത്തീരുന്നു, അവർ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സംരചനയായിത്തീരുന്നു, ഒടുവിൽ പ്രാദേശിക സഭയിൽ അവസാനിക്കുന്നു. ഇത് അത്ഭുതകരവും വളരെ പ്രാധാന്യവും അർഹിക്കുന്നതുമായ ഒരു വിഷയമാണ്. നാം എല്ലാവരും ജന്മന പാപികളാണ്. നാം പാപം ചെയ്തതുകൊണ്ടല്ല പാപികളായിത്തീരുന്നത്, എന്തെങ്കിലും പാപപ്രവൃത്തിയിൽ മുഴുകുന്നത് കൊണ്ടല്ല നാം പാപികളായിത്തീരുന്നത്. റോമർ 5:19 ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദാം ദൈവകൽപ്പനയെ ലംഘിച്ച് പാപം തൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെ ആദാമിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും അവർ പാപം ചെയ്തതുകൊണ്ടല്ല, ജന്മന ആ പാപത്തിന് ദാസന്മാരായി അഥവാ അടിമകളായി അവർ തീരുന്നു. അപ്രകാരം അവർ ജനിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജനിക്കുന്നു. അതുകൊണ്ടാണ് റോമർ 5:19 പറയുന്നത്, ഒരുവന്റെ ലംഘനത്താൽ മറ്റനേകർ പാപികളായി തീർന്നു. ഗലാത്യർ 2:17 എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളുമല്ല. നാം നമ്മെ തന്നെ പാപികളെന്ന് കണ്ടെത്തുന്നു. നാം എല്ലാവരും പാപികളാണ്. നാം പാപികളായിരിക്കുന്നതിനാൽ തന്നെ നാം പാപത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. റോമർ 3:23 ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നാം ഒരുപക്ഷെ പറയുമായിരിക്കാം, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ പാപിയാണെന്ന്. അതെങ്ങനെ സംഭവിക്കുമെന്ന് നാം ചോദിക്കും. ആദം പാപം ചെയ്തതിനാൽ നാം എല്ലാവരും ആദാമിലായിരിക്കുന്നു. അപ്രകാരം നാം എല്ലാവരും പാപികളായി തീർന്നിരിക്കുന്നു. എബ്രായർ 7:9 ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. 10 അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അന്ന് ജനിച്ചിട്ടില്ലാതിരുന്ന ലേവിയും അബ്രഹാമിലുണ്ടായിരുന്നു. അവൻ മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു. അപ്രകാരം തന്നെ നാം ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തന്നെയും നമ്മുടെ പൂർവ്വപിതാവായ ആദാം പാപം ചെയ്തപ്പോൾ ആദാമിൽ എല്ലാവരും പാപം ചെയ്യുകയും പാപികളായി തീരുകയും ചെയ്തു. 1 രാജാക്കന്മാർ 8:46 അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ, നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുകയും അവൻ പാപികൾക്കായി മരിക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. റോമർ 5:8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പാപികൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവപുത്രന്മാരായി തീരുന്നു. യോഹന്നാൻ 1:12-13 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 10:43 അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പാപമോചനം ലഭിക്കുമെന്നും അതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്രകാരം പരിശുദ്ധാത്മാവിലേക്ക് നാം കടന്നു കഴിയുമ്പോൾ
നാം വീണ്ടും ജനനം പ്രാപിക്കുകയും നാം ക്രിസ്തുവിലായി തീരുകയും ചെയ്യുന്നു. അപ്രകാരം നാം ഒരു ദൈവത്തിൻ്റെ പൈതലായിത്തീരുന്നു. ഒരു വിശ്വാസി രക്ഷയുടെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവനാണ്. പ്രത്യേകാൽ വിശുദ്ധീകരണത്തിലൂടെ, അതിലൂടെ ദൈവപുത്രനായി തീരുവാൻ തക്കവണ്ണം അവന് കഴിയുന്നു. 2 തെസ്സലോനിക്കർ 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:23 സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഗലാത്യർ 4:6 നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒടുവിൽ ഒരു പാപി ദൈവ പൈതലായിത്തീരുന്നു. റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമർ 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവപുത്രന്മാരാണ് കർത്താവിന്റെ ശരീരത്തിന്റെ സംരചന. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ ആദ്യജാതനായ പുത്രനാണ്. നാം അവനിൽ അനേക പുത്രന്മാരുമാകുന്നു. യേശുക്രിസ്തു നമ്മുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്. നാം അവന്റെ താഴെയുള്ള അവന്റെ സഹോദരന്മാരാണ്. എബ്രായർ 2:12 ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ആദ്യജാതനായ പുത്രൻ പിതാവിനോട് പറയുന്നു, പിതാവേ ഞാൻ പുത്രൻ ഇപ്രകാരം പറയുന്നു, പിതാവേ ഞാൻ നിന്റെ നാമം എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും അഥവാ പ്രഖ്യാപിക്കും. സഭയുടെ മധ്യത്തിൽ ഞാൻ അവരോടുകൂടെ ചേർന്ന് നിന്റെ നാമത്തെ സ്തുതിക്കും. അതിനാൽ സഭയിലുള്ള എല്ലാവരും തന്നെ കർത്താവിൻ്റെ സഹോദരന്മാരാണ്. അവർ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളുമാണ്. ആദ്യജാതനായ പുത്രനാകുന്ന ക്രിസ്തു ശരീരത്തിന്റെ തലയാണ്. എബ്രായ ലേഖനം 1:5-6 നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. കൊലോസ്യർ 1:18 അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അതിനാൽ ആദ്യജാതനായ പുത്രനായ ക്രിസ്തു ശരീരത്തിന്റെ തലയാകുന്നു. അനേക പുത്രന്മാരാകുന്ന നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:17 യേശു അവളോട് എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ഇത് പുനരുത്ഥാന ദിവസത്തിൽ സംഭവിച്ചു. കർത്താവോട് പറയുന്നു, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന്. കർത്താവ് നാം അവൻ്റെ സഹോദരന്മാരാണെന്നും പറയുന്നു. അവൻ ദൈവത്തിൻ്റെ ആദ്യജാതനായ പുത്രനും നാം അവൻ്റെ അനേക സഹോദരന്മാരുമാണ്. 1 പത്രോസ് 1:3b അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നാം ദൈവത്തിൻ്റെ അനേക പുത്രന്മാരായി തീരുകയും ചെയ്തു. അതിനാൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആദ്യജാതനായ പുത്രനായി തീരുകയും നാം എല്ലാവരും അവൻ്റെ അനേക പുത്രന്മാരായി തീരുകയും ചെയ്തു. റോമർ 12:5 അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവയവങ്ങളാകുന്നു. അപ്പോൾ തന്നെ നാം
എല്ലാവരും അവന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുമാകുന്നു. കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ വിവിധ പ്രാദേശിക സഭകളായി ആവിഷ്കരിച്ചിരിക്കുന്നു. കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന സഹോദരങ്ങളെ കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ വിവിധ പ്രദേശങ്ങളിലെ സഭകളായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 16:4b അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. റോമർ 16:16 വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ, ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. മത്തായി 18:17 അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക, സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം ഈ 18-ാം അധ്യായത്തിൽ ഒരു പ്രാദേശിക സഭയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മത്തായി 16 പ്രപഞ്ചത്തിലെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അത് കർത്താവിന്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് പ്രായോഗികമായ ഒരു ആവിഷ്കാരം ആവശ്യമാണ്. അതാണ് പ്രാദേശിക സഭ. മത്തായിയുടെ സുവിശേഷം 16:18 ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. പ്രപഞ്ചത്തിലെ സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമെന്ന് അവൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സെർദീസ്, ഫിലഡൽഫ്യ, ലാവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13 തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ഈ 7 സഭകൾ പ്രാദേശിക സഭകളെ കാണിക്കുന്നു. പ്രാദേശിക സഭകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന പ്രപഞ്ചത്തിലെ സഭയുടെ പ്രാദേശിക ആവിഷ്കാരമാണ്. അത് അതത് പ്രദേശങ്ങളിൽ നിലകൊള്ളുന്നു. എഫെസ്യർ 1:22-23 സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 14:23 അവൻ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. റോമർ 16:1 നമ്മുടെ സഹോദരിയും കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ. അതിനാൽ റോമർക്കെഴുതിയ ലേഖനം നമുക്ക് ഒരു വാചകത്തിൽ അത് മുഴുവനായി സംഗ്രഹിക്കാം. പാപികൾ ദൈവപുത്രന്മാരായി തീരുന്നു. ദൈവപുത്രന്മാർ കർത്താവായ യേശുവിന്റെ ശരീരത്തെ സംരചിക്കുന്നു. കർത്താവിന്റെ ശരീരം അനേക ഇടങ്ങളിൽ പ്രാദേശിക സഭയായി ആവിഷ്കരിക്കപ്പെടുന്നു. ഇതാണ് റോമർക്കെഴുതിയ ലേഖനത്തിന്റെ ഉള്ളടക്കം. ഈ 4 വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. പാപികൾ, ദൈവത്തിന്റെ പുത്രന്മാർ, കർത്താവിന്റെ ശരീരം, പ്രാദേശിക സഭകൾ. ഈ വെളിപ്പാടിനാൽ ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കട്ടെ. നാം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നവരാണെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കണം. അത് കർത്താവിന്റെ ശരീരത്തിന്റെ കെട്ടുപണിക്കായിട്ടാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നതെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നും നാം അറിയണം. ഇതിലൂടെ പ്രാദേശിക സഭകളുടെ പ്രാധാന്യവും നമുക്ക് കാണുവാൻ കഴിയും. പ്രാദേശിക സഭ ഇല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിന് ആവിഷ്കരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പുത്രന്മാരില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരവും ഉണ്ടാകുകയില്ല. പാപികളായിരുന്ന നാം ദൈവത്തിന്റെ പുത്രന്മാരായി തീരുന്നു. നാം കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളും സംരചനയുമായി തീരുന്നു. അതിലൂടെ നാം പ്രാദേശിക സഭകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നവരായി തീരുന്നു. കർത്താവ് നമ്മെ ഈ ദർശനത്തിൽ, ഈ ഉൾക്കാഴ്ചയിൽ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ.